എറണാകുളം മുണ്ടംവേലിയിൽ UDF വിട്ട് LDFനൊപ്പം വന്ന ദമ്പതികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒന്നിച്ചു മുന്നേറുകയാണ്. 68-ാം വാർഡിൽ KJ പ്രകാശൻ മത്സരിക്കുമ്പോൾ തൊട്ടടുത്ത മുണ്ടംവേലിയിൽ ഭാര്യ കലിസ്റ്റയെയാണ് LDF രംഗത്തിറക്കിയത്. മുണ്ടംവേലിയിലെ വാർഡുകളിൽ ഇത്തവണ ഭാര്യയും ഭർത്താവുമാണ് LDFനായി കളത്തിലിറങ്ങുന്നത്. അറുപത്തെട്ടില് ഞാൻ മത്സരിക്കുന്നു, 69 ഭാര്യയായിട്ടുള്ള മാരി കലിസ്റ്റ പ്രകാശൻ. അപ്പോൾ അത് LDFൻ്റെ ഇതിൽ വന്ന് ആവശ്യപ്പെട്ട് 68 മത്സരിക്കാനായിട്ട് എന്നോട് ജനറൽ സീറ്റായെന്നുള്ള എന്നോട് മത്സരിക്കാനും അതിൽ 69 വനിതാ സംവരണമായതുകൊണ്ട് ഭാര്യ നിലവിലുള്ള ഇപ്പോഴത്തെ കൗൺസിലറുമായ മാരി കലിസ്റ്റനോടും മത്സരിക്കാൻ പറഞ്ഞത്. നേതൃത്വം ഞങ്ങളെ തഴഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് കൊടുത്ത്, അപ്പം ഞങ്ങളത് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അവർ അങ്ങനെ കേട്ടില്ല. ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച്, അപ്പോൾ ഇവിടുത്തെ ജനം നമ്മളെ കൈവിട്ടില്ല. അങ്ങനെ ഇപ്പോൾ കൗൺസിലായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അവർ നമ്മളെ ജയിപ്പിച്ചാൽ അവർക്ക് വേണ്ടി ഫുൾ ടൈം 24 മണിക്കൂറും പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് അവരാണ് തീരുമാനിക്കുന്നത് ആരോ വേണം വേണ്ട എന്നുള്ളത്. ആ തരത്തിലാണ് പോകുന്നത്. ഒരുപാട് തവണ കൗൺസിലർ ആയിട്ടുണ്ട്. ഇപ്പോൾ UDFനൊപ്പം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ LDFനൊപ്പം വേണ്ടി രംഗത്തിറങ്ങുകയാണെന്നും രണ്ടുപേരും ഒരുമിച്ചാണ്. എത്രത്തോളം പ്രതീക്ഷയിലാണ്? വളരെ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ 2 തവണ മത്സരിച്ച് കൗൺസിലറായി, 3-ാം തവണയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിന് വലിയൊരു പ്രത്യേകത, ഇപ്പോൾ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന് അതിനേക്കാൾ ഉപരി ഇതേപോലെ ഒരു 2 ഇലക്ഷൻ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആ ഒരു ക്യാമ്പയിനിലൊന്നും ഇല്ലാത്ത വളരെ ഒരു പ്രത്യേകത ഞാനിപ്പോൾ ഇന്ന് കണ്ടത്. കാരണം ഒരു MLA അല്ലെങ്കിൽ മറ്റ് ഇതേപോലെയുള്ള അംഗങ്ങളൊന്നും ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് നമ്മളൊരു MLA കൂടെ വന്നിരിക്കണം. അതിന് വളരെയധികം സന്തോഷവുമുണ്ട്, വളരെയധികം ആത്മവിശ്വാസവുമുണ്ട്. ജയിക്കും തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പായ വിശ്വാസം. ജനങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറപ്പായ വിശ്വാസം. പ്രചരണത്തിന് ഊർജ്ജം പകർന്ന് MLA കൂടി സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ട്. എത്രത്തോളം പ്രതീക്ഷയിലാണ് MLA കളത്തിലിറങ്ങുന്നത്? ഈ മുണ്ടംവേലി ഡിവിഷൻ എന്ന് പറയുന്നത് പ്രകാശൻ ഇവിടുത്തെ സ്ഥിരം കൗൺസിലറാണ്. പ്രകാശനും ഭാര്യയും ഒരു ജനകീയ മുഖമുള്ളവരാണ്. ജനങ്ങളുടെ ഏതാവശ്യങ്ങൾക്ക് എപ്പോഴും ഓടിയെത്തുന്നവരാണ്. പിന്നെ ഇവർക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഇവരെ സംരക്ഷിച്ചത് ഞങ്ങളാണ്, LDFാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും മത്സരിക്കണമെന്നാണ് ഞങ്ങൾ LDFൻ്റെ ഒരു പൊതു തീരുമാനമായി വന്നത്. അപ്പോൾ കൊച്ചി നഗരസഭ വീണ്ടും അധികാരത്തിൽ വരണം, LDFൻ്റെ നേതൃത്വത്തിൽ നേരെ മുന്നോട്ട് പോകണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. LDF ഇങ്ങനെ ഒരു അവസരം തന്നപ്പോൾ എന്ത് തോന്നി? വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇപ്പോൾ MLA സൂചിപ്പിച്ചതുപോലെ വളരെ ഒരു വിഷമഘട്ടത്തിൽ നിന്നപ്പോൾ ഞങ്ങളെ സംരക്ഷിച്ചത് LDFാണ്. അപ്പോൾ എന്നും അവരോട് കൂടി തന്നെ ഉണ്ടാവും. എന്തായാലും മുണ്ടംവേലിയിലെ 68, 69 വാർഡുകളിൽ സജീവമായി ഈ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് ഇരുവരും. ക്യാമറമാൻ ദിബിൻ ദിനകരനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.